ടു സ്റ്റുഡന്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറയുന്ന 10ാം ക്ലാസ് ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പൊ നേരത്തെ 2 പാർട്ടുകൾ കണ്ടില്ലെങ്കിൽ കാണുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് ആദ്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പവർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിൽ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇടയ്ക്ക് വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, എത്ര വോൾട്ടേജിലാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഈ നമ്മുടെ പവർ സപ്ലൈ നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രിൻസിപ്പിൾ വഴിയാണ് നമ്മൾ പവർ സപ്ലൈ നടക്കുന്നത്. അപ്പോ പവർ സ്റ്റേഷൻസ് വഴിയാണ് പവർ സപ്ലൈ നടക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ, നമ്മുടെ വീഡിയോയുടെ അടുത്തൊക്കെ പവർ സ്റ്റേഷൻസ് ചിലർ കണ്ടിട്ടുണ്ടാവും, സബ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ പവർ സ്റ്റേഷൻ, മെയിൻ ആയിട്ടുള്ള പവർ സ്റ്റേഷൻ നമ്മുടെ കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിലാണ് ഉള്ളത്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് ഞാൻ കുറച്ചെണ്ണം പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് പഠിക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്ന കായംകുളത്തുണ്ട്, ആലപ്പുഴയിൽ കായംകുളത്ത് ഒരു തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്. ചൂട് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പവർ പ്ലാന്റ് ഉണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇടുക്കി മൂലമറ്റത്തില് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. നമുക്കറിയാം ഇടുക്കിയിൽ മൂലമറ്റത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട്, വെള്ളമുണ്ട്. ആൻഡ് ഇനി എന്ന് പറയുന്നത് ഇടുക്കിയിൽ തന്നെ പള്ളിവാസലിലും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട്. ആൻഡ് അവസാനത്തെ എന്ന് പറയുന്നത് കൊച്ചി ബ്രഹ്മപുരത്ത് ഒരു തെർമോ പവർ പ്ലാന്റ് ഉണ്ട്. അപ്പോ എന്താ പറയാ, തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ്, ഈ ഒരു 4 പവർ പ്ലാന്റ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ എഴുതി, ചിലപ്പോൾ ഫിലിപ്പിൻ ലാൻസ് ഒക്കെ ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് പവർ പ്ലാന്റ്. പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പവർ സപ്ലൈക്ക് വേണ്ട അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ട പവർ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പവർ സ്റ്റേഷൻസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ സബ് സ്റ്റേഷൻസിലേക്ക് കൊണ്ടുവന്ന് സബ് സ്റ്റേഷൻസിൽ നിന്ന് എന്താ പറയാ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ട്രാൻസ്ഫോമർ ഉണ്ടാകും. ആ ട്രാൻസ്ഫോമറിലേക്ക് വന്ന് അതിൽ നിന്ന് ഫേസ് ലൈൻസും ന്യൂട്രൽ ലൈൻസും വഴിയാണ് നമ്മുടെ വീടിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഒക്കെ വേണ്ടിയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോ എന്താ പറയാ, നമ്മൾക്ക് പവർ സപ്ലൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോസ്റ്റ് കണ്ടിട്ടില്ലേ? പോസ്റ്റില് 4 ലൈൻസ് ആണ് ഉണ്ടാവുക, 4 ലൈനുകൾ ഉണ്ടാവും. ഈ 4 ലൈനുകളില് 3 ലൈൻസിനെ പറയുന്ന പേരാണ് ലൈവ് ലൈൻസ് അല്ലെങ്കിൽ ഫേസ് ലൈൻ. ഫേസ് ലൈൻ എന്ന് പഠിച്ചാൽ ഫേസ് ലൈൻ 4 ലൈൻസ് ആയിരിക്കും ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഫേസ് ലൈൻ 4 ട്രാൻസ്മിഷൻ ലൈൻസ് കാണാം പോസ്റ്റിൽ. 4 ലൈൻസ്, അതിൽ 3 ഫേസ് ലൈൻസ് ആണ്, 1 ന്യൂട്രൽ ലൈനാണ്. ഇതില് ഏതെങ്കിലും ഒരു ഫേസ് ലൈനും ന്യൂട്രൽ ലൈൻ രണ്ടിൽ നിന്നും കൂടി എന്താ പറയാ വലിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് 230 വോൾട്ട് കറണ്ട് വരുന്നത്. ഈ 2 അതായത് ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും തമ്മിലുള്ള അതിനിടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട്. അതിന്ന് രണ്ടിനും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് 230 വോൾട്ട് ഹൗസ് ഹോൾഡ് പർപ്പസിനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് വോൾട്ടേജ് വേണം. അങ്ങനെ വരുന്ന സമയത്ത് 2 ഫേസുകൾ തമ്മിൽ കണക്ട് ചെയ്യും. ഫേസുകൾ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. അപ്പോൾ 400 വോൾട്ട് എടുത്ത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ 4 ലൈൻസ് വഴിയാണ്, 4 ട്രാൻസ്മിഷൻ ലൈൻസ് വഴിയാണ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അടുത്ത പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ പവർ സ്റ്റേഷൻസിലൊക്കെ ഉണ്ടാക്കുന്ന പവർ എന്ന് പറയുന്നത് 11 kV ആണ്. 11 kV കിലോ വോൾട്ട് ആണ് ഉണ്ടാക്കുന്ന പവർ എന്ന് പറയുന്നത്. ആ പവറിന് എന്ത് ചെയ്യും? കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടുകയും പവർ അല്ല വോൾട്ടേജ് ആണ്, സോറി, വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിന് മാറ്റിയെടുക്കുന്നത്. അപ്പൊ 11 kV കിലോ വോൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് അവിടെ ഇത് പോകുന്ന സമയത്ത് ഇതിൽ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് ഉണ്ടായിട്ട് പവർ കുറച്ച് ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹീറ്റ് ഉണ്ടായിട്ട്, അതായത് H=I²RT എന്നുള്ളതല്ലേ നമ്മുടെ ഫോർമുല. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ H=I²RT എന്നുള്ളതാണ്. ടി എന്ന് പറയുന്ന ടൈമാണ്. I² കൊണ്ട് R ഉണ്ട്, കറണ്ട് കൊണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഹീറ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് കുറയ്ക്കുക, അതുപോലെ തന്നെ റെസിസ്റ്റൻസും കുറയ്ക്കുക. കറണ്ടും റെസിസ്റ്റൻസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ലോസ് കുറഞ്ഞു കിട്ടും. ഇനി എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റും, കറണ്ട് ഇത്ര കുറച്ച് കഴിഞ്ഞാൽ എത്ര എന്താ പറയാ ഹീറ്റ് കുറഞ്ഞു കിട്ടും എന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം. ഇപ്പോ നമ്മുടെ കറണ്ട് അരഭാഗം, അതായത് 1/2 ആയിട്ട് കുറച്ചു എന്ന് വിചാരിക്കും. നമ്മൾ കൊടുക്കുന്നതിന്റെ 1/2 ആക്കി മാറ്റി കുറച്ചു എന്ന് വിചാരിക്കും. പകുതി കൊടുത്താൽ ഹീറ്റ് എത്രയായിട്ട് കുറയും? ഹീറ്റ് 1/4 ആയിട്ട് കുറയും. അതുപോലെ എന്താ പറയാ, നമ്മൾ 1/10 ആക്കി കഴിഞ്ഞാൽ
നമ്മുടെ ഹീറ്റ് കുറയുന്നത് 1/100 ആയിട്ട്, അതായത് 1/n² ആയിട്ട് കുറഞ്ഞു കിട്ടും. അത്രയും നമ്മൾ എത്രയാണോ കുറയ്ക്കുന്ന ഇതിന്റെ 1/n² ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഹീറ്റ് കുറഞ്ഞു കിട്ടും. അപ്പൊ അത് പഠിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ പറയാ 11 kV ആയിട്ട് ഉൽപ്പാദിപ്പിച്ചു. ഈ 11 kV ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പവർ ഓയിൽ വ്യത്യാസം വരുത്താതെ, ഈ 11 kV നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിന് പവറിൽ വ്യത്യാസം വരുത്താതെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ടുപോകണം. നമുക്ക് കറണ്ട് കുറയ്ക്കണം. കാരണം കറണ്ട് കുറച്ച് കൊണ്ടുപോകുന്നതാണ് നമുക്ക് എന്താ പറയാ ഓക്കെ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കറണ്ട് കുറച്ചിട്ട് അതിനെ പവറിൽ വ്യത്യാസം വരുത്താതെ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഹീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കറണ്ട് കുറയ്ക്കണം. കറണ്ട് കുറച്ചാലേ ഹീറ്റ് കുറയുള്ളൂ. അപ്പൊ ഹീറ്റ് ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കുറയ്ക്കണം എന്നുണ്ട്, കറണ്ട് കുറയ്ക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, പവറിൽ വ്യത്യാസം വരാൻ പറ്റില്ല. പവറിന്റെ ഇക്വേഷൻ എന്താണ്, കറണ്ട് ഇൻറ്റു വോൾട്ടേജ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കറണ്ട് കുറച്ചിട്ട് എന്ത് ചെയ്യുക, വോൾട്ടേജ് നല്ലോണം കൂട്ടുക. അപ്പൊ 11 kV ഉണ്ടാക്കിയ വോൾട്ടേജ് നമ്മൾ കൂട്ടിയിട്ട് 110 kV അല്ലെങ്കിൽ 220 kV അതുപോലെ 400 kV ഒക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അതാണ് ചെയ്യുക. ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കും. അത് നമ്മളിത് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചു, 11 kV വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചു. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് എത്തിയിട്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് അതിന് വോൾട്ടേജ് കുറച്ച് നമ്മൾ ഉണ്ടാക്കി 11 kV നമ്മൾ 220 kV 110 kV 400 kV ആയിട്ട് ഉയർത്തി. വോൾട്ടേജ് ഉയർത്തുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയണം. അതായത് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് ലോസും അതുപോലെ കൂടുതലായിരിക്കും. അപ്പൊ നമുക്കത് നഷ്ടമാണ്, ലാഭത്തിന് വരെ നഷ്ടം ഉണ്ടാക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഹീറ്റ് ലോസ് കുറയ്ക്കാൻ പവറിൽ വ്യത്യാസം വരുത്താതെ വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ലോകത്ത് മൊത്തം നടക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് 11 kV ആണ് നമ്മുടെ അവിടെ പവർ സ്റ്റേഷൻസിൽ ഉണ്ടാക്കുന്ന പവർ എന്ന് പറയുന്നത്. അതിന് കൂട്ടിയും കുറച്ചും നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നിയന്ത്രിച്ചിട്ടാണ് നമ്മുടെ പവർ സപ്ലൈ നടക്കുന്നത്. അടുത്തതാണ് വാട്ട് അവർ മീറ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടില് ഒരു ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലാണ് കറണ്ട് എഴുതാൻ വരുന്ന ആള്, നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ആള് അതിൽ നോക്കിയിട്ടാണ് നമ്മൾ എത്ര പവർ കൺസ്യൂം ചെയ്തു എന്ന് എഴുതുന്നത്. വാട്ട് അവർ മീറ്റർ ഒരു ബോക്സ് അതിൽ ഉണ്ടാവും, ഡിജിറ്റലി എഴുതിയിട്ടുണ്ട്, നമ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് എത്ര പവർ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്ര രൂപ വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. കിലോ വാട്ട് അവർ. അപ്പൊ എന്താണ് കിലോ വാട്ട് അവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. 1000 വാട്ട് പവർ ഉള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് 1 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആണ് കിലോ വാട്ട് അവറിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ വാട്ട് അവർ മീറ്ററിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തതാണ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടാവണം. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ, അതിന് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെയാണ് എല്ലാവരും പറയുന്ന ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ്. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസിന് റെസിസ്റ്റൻസ് കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് കുറവുമായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് കുറവ്. അപ്പോ കുറച്ച് ചൂട് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബ്രേക്ക് ആയിപ്പോ, അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ആയിക്കോട്ട് നമ്മുടെ അപ്ലയൻസിനെ എല്ലാം എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. അതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അത് ടിൻ ആൻഡ് ലെഡിന്റെ ഒരു കോമ്പോസിഷൻ ആണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ ഒരു പ്രിക്വേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതാണ് ഇപ്പൊ മോഡേൺ ആയിട്ട് കുറെ ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലുള്ളതാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതായത് ഓവർലോഡിങ്ങും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരുപാട് കറണ്ട് വരുന്ന സമയത്തൊക്കെ MCB ബ്രേക്ക് ആവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഒരു ബോക്സിനകത്ത്, അത് തനിയെ താഴും. ഓവർലോഡിങ്ങോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തനിയെ താഴും. നമുക്ക് പിന്നെ പോയി നോർമലായിട്ട് അതിനെ മോൾഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ പണ്ട് വർക്ക് ചെയ്ത് അതുപോലെ തന്നെ വർക്ക് ചെയ്യും. ഫ്യൂസ് വയർ കട്ടാവുന്ന പോലെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ കെട്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ MCB ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ MCB ആണ് ആദ്യത്തെ. അടുത്തതാണ് ELCB. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് എങ്ങനെയെങ്കിലും ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇൻസുലേഷൻ ഫെയിലിയേഴ്സ് ഒക്കെ കൊണ്ട് ലീക്കേജ്, കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് ELCB എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമ്മുടെ അപ്ലയൻസിനെയൊക്കെ രക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അതാണ് ELCB എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ്
നോർമലി ഇപ്പൊ വരുന്ന അപ്ലയൻസിലൊക്കെ കാണാവുന്നതാണ് 3 പിൻ പ്ലഗ്. അത് നമ്മൾ 2 പിൻ പ്ലഗും കണ്ടിട്ടുണ്ട്, 3 പിൻ പ്ലഗും കണ്ടിട്ടുണ്ട്. പക്ഷെ 2 പിൻ പ്ലഗിനെ കമ്പയർ ചെയ്യുമ്പോൾ 3 പിൻ പ്ലഗ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജ് കൂടുതലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3 പിൻ പ്ലഗിൽ ഒരു പിന്ന് ഈ 2 പിൻസിനേക്കാൾ തടി കൂടുതലായിരിക്കും, നീളം കുറച്ച് കൂടുതലായിരിക്കും. ഈ 3 പിൻ പ്ലഗ് നമ്മുടെ ബോർഡിലേക്ക്, സ്വിച്ച് ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്വിച്ച് ബോർഡിന്റെ അറ്റത്ത് പോയി ടച്ച് ചെയ്യുന്നത് ഈ നമ്മുടെ തടിയുള്ള പിന്നായിരിക്കും. അത് ടച്ച് ചെയ്തതിനു ശേഷം ഈ 2 പിൻസും ടച്ച് ചെയ്യണം. അപ്പൊ എങ്ങാനും എന്തെങ്കിലും, അതായത് ഫേസ് ലൈനും ബോഡി അപ്ലയൻസ്, ഏത് അപ്ലയൻസ് ആണോ ഉപയോഗിക്കുന്നത് അതും ഫേസ് ലൈനും തമ്മിൽ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് വന്നു, 3 വയസ്സാണല്ലോ ഉള്ളത്. അതിൽ ഒന്നിന് ഫേസ് ലൈൻ ഉണ്ടാവും, ഒന്ന് ന്യൂട്രൽ ആയിരിക്കും, മൂന്നാമത്തെയാണ് എർത്ത് ലൈൻ എന്ന് പറയുന്നത്, ഈ തടിയുള്ള പിന്നെന്ന് പറയുന്നത്. അപ്പൊ ഈ എങ്ങനെയെങ്കിലും ബോഡിയും ഫേസ് ലൈനും തമ്മിൽ കോണ്ടാക്ട് വന്നിട്ട് അവിടെ ഒരു സർക്യൂട്ടിൽ ഒരു ഷോക്കോ വല്ലതും വരാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് നമുക്ക് വരാതെ നേരെ അത് എർത്തിലൂടെ, എർത്ത് വയർ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഷോക്ക് ഏൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് 3 പിൻ പ്ലഗ്. അപ്പൊ എപ്പോഴും 2 പിൻ പ്ലഗ് ഉപയോഗിക്കുന്നതിനേക്കാൾ നന്നായിട്ട് 3 പിൻ പ്ലഗ് ആണ് അഡ്വാൻറ്റേജസ് ആയിട്ട് ഉള്ളത് എന്ന് പറയുന്നത്. അതും ഒരു സേഫ്റ്റിയാണ്. അത് അപ്ലയൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു സേഫ്റ്റി മെഷർ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് AC-യിലും DC-യിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് അപ്ലയൻസ് ഉണ്ട്. ഇപ്പൊ AC-യിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫാനും ബൾബും ടിവിയും ഒക്കെ AC-യിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇനി DC കറണ്ടിൽ വർക്ക് ചെയ്യുന്നോ കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, അങ്ങനെയുള്ള കാര്യം സ്റ്റോർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ DC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി AC-യിൽ നിന്ന് AC കറണ്ടിനെ DC ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്? റെക്ടിഫയർ. AC കറണ്ടിനെ DC ആക്കാൻ ഉപയോഗിക്കുന്നതാണ് റെക്ടിഫയർ. ആൻഡ് DC കറണ്ടിനെ AC കറണ്ടാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് ഇൻവെർട്ടർ. ഇൻവെർട്ടർ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുക, നമുക്ക് AC കറണ്ടായിട്ട് തരുകയാണ് ചെയ്യുന്നത്. ഇതാണ് കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയാം. നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഡിവൈസസ് ഓഫ് ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ആണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ബാക്കിലായിട്ട് ഒരു 28 ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ് ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത്. സോ നമ്മൾ അത് പറയാനാണ് പോകുന്നത്. അപ്പൊ അതിൽ ഓരോ ഡിവൈസ്, 28 ഡിവൈസ് ഉണ്ട്. അതിൽ ഓരോ ഡിവൈസും അതിന്റെ യൂസും എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് അത് ഫില്ല് ചെയ്താലും മതി. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന 1 വേ സ്വിച്ച് ആണ്. 1 വേ സ്വിച്ചിന്റെ യൂസ് ടു കൺട്രോൾ കറണ്ട്. 2 വേ സ്വിച്ച് ടു കൺട്രോൾ കറണ്ട് ഫ്രം 2 പ്ലേസസ്. 2 പ്ലേസിൽ നിന്ന് കറണ്ട് കൺട്രോൾ ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് ഫാൻ ഇടാം, അവിടെ നിന്ന് ഫാൻ ഇടാം എന്നുള്ള രീതിയിൽ. അതാണ് 2 വേ സ്വിച്ച് എന്ന് പറയുന്നത്. ആൻഡ് 3 പിൻ സോക്കറ്റ്. 3 പിൻ സോക്കറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് പവർ സപ്ലൈ ടു ഡിവൈസ് ഹാവിംഗ് മെറ്റൽ കാസ്റ്റിംഗ്സ് ഉള്ള ഡിവൈസിന് പവർ സപ്ലൈ കൊടുക്കാനാണ് 3 പിൻ സോക്കറ്റ് ഉപയോഗിക്കുന്നത്. ആൻഡ് അടുത്ത സീലിംഗ് റോസ് ടു ഗിവ് കറന്റ് ടു ലൈറ്റ് ആൻഡ് ഫാൻ ഇൻ സീലിംഗ്. അതായത് സീലിംഗിലുള്ള ഫാനും ലൈറ്റിനും ഒക്കെ ഒരു സാധനം വെച്ചിട്ട് അതിൽ നിന്നായിരിക്കും വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനാണ് സീലിംഗ് റോസ് എന്ന് പറയുക. ഓക്കെ, അടുത്താണ് ELCB. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ സേഫ്റ്റി ഡിവൈസ്. ആൻഡ് 6 is regulator to regulate the current in fan. ഫാനിൽ അറിയില്ല, റെഗുലേറ്റർ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഉപയോഗിക്കുന്നതാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻഡിക്കേറ്റർ ടു ഡിറ്റക്ട് പ്രസൻസ് ഓഫ് പവർ സപ്ലൈ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ചുവന്നൊരു സാധനം, സ്വിച്ച് പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ അതിൽ ചുവന്നൊരു ഇതായിരിക്കും ഉണ്ടാവുക. അതിൽ പവർ ഉണ്ടെങ്കിൽ അത് കത്തും. ഒരു LED ബൾബ് കൊടുത്തിട്ടുണ്ടാവും, അത് കത്തും. അപ്പൊ പവർ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഇൻഡിക്കേറ്റർ. അടുത്തത് RCCB is also a safety device. നെക്സ്റ്റ് വൺ ആണ് MCB ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അടുത്താണ് KitKat fuse is a device to protect circuit against excess current. എക്സസ് ആയിട്ടുള്ള കറണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് വയർ കട്ടായി പോകും. അതാണ് KitKat fuse എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്വിച്ച് ബോർഡ് എന്തിനാണ്? ഫോർ ഫിക്സിംഗ് ഡിഫറെന്റ് സ്വിച്ചസ്. ഒരുപാട് സ്വിച്ചുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത്. 12ാമത്തെയാണ് മീറ്റർ ടു ഗെറ്റ് കൺസംപ്ഷൻ ഓഫ് പവർ. നമ്മുടെ വീട്ടിൽ മീറ്റർ ഫിക്സ് ചെയ്യില്ല. എന്തിനാണ് മീറ്റർ ഫിക്സ് ചെയ്തിരിക്കുന്നത്? എത്രത്തോളം പവർ കൺസ്യൂം ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് മീറ്റർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ 13th one is മെയിൻ സ്വിച്ച്. ഒരു വീട്ടിലൊരു മെയിൻ സ്വിച്ച് ഉണ്ടാവില്ല, അത് ഓഫ് ചെയ്ത് എന്ത് സംഭവിക്കും? കറണ്ട് മൊത്തത്തിൽ പോകും. അപ്പൊ ടു പ്രിവെന്റ് ദി ഫ്ലോ ഓഫ് കറണ്ട്, അതായത് കറണ്ടിന്റെ ഫ്ലോ ഒറ്റയടിക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ആൻഡ് അടുത്ത 14th one ആണ് ബൾബ് ഹോൾഡർ. എന്തിനാണ് ബൾബ് ഹോൾഡർ? ടു ഫിക്സ് ദ ബൾബ്. അടുത്തത് ക്ലാമ്പ് അമ്മീറ്റർ ടു മെഷർ ദി കറണ്ട് ഇൻ പവർ സപ്ലൈ. പവർ സപ്ലൈയിലുള്ള കറണ്ട് മെഷർ ചെയ്യാനാണ് ക്ലാമ്പ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്.
അടുത്ത മൾട്ടിമീറ്റർ ടു മെഷർ കറന്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. AC വോൾട്ട്മീറ്റർ ടു മെഷർ AC വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വയർ സ്ട്രിപ്പർ ടു റിമൂവ് ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയർ സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ, അതിൽ 2 സ്ക്രൂ ഡ്രൈവറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിംഗ് സ്ക്രൂസ്. അടുത്താണ് ടെസ്റ്റർ ടു ടെസ്റ്റ് ഫേസ് ലൈൻ. ടെസ്റ്റർ ഉപയോഗിക്കും കറണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അതായത് ഫേസ് ലൈൻ ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഉപയോഗിക്കുന്നത്. പ്ലയർ എന്ന് പറഞ്ഞാൽ ടു കട്ട് വയർ, നമ്മുടെ കട്ടിംഗ് പ്ലയർ ആണ് പറയുന്നത്, ടു കട്ട് വയർ. ആൻഡ് അടുത്ത ഗ്ലൗസ് ടു പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക് ഷോക്ക്. ഇൻസുലേഷൻ ടേപ്പ് എന്തിനാണ്? ടു പ്രൊട്ടക്ട് ജോയിന്റ്സ് ഓഫ് ദ വയർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ടേപ്പ് ഇട്ട് ഒട്ടിക്കാറുണ്ട്. ഇനി അടുത്ത വയർ ഫോർ സെൻഡിങ് പവർ. വയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പവർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. PVC പൈപ്പ് ഫോർ കൺട്രോളിംഗ് വേരിയസ് കൺസീൽഡ് വയറിംഗ്. കൺസീൽഡ് വയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PVC പൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്.